എന്തുകൊണ്ടാണ് ഹിന്ദു പുരാണങ്ങൾ ഇത്രയ്ക്കും ആകർഷണമാകുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കൈകൾ തമ്മിൽ ചേർക്കുന്നത് മുതൽ കാൽവിരൽ മോതിരം ധരിക്കുന്നത് വരെ പലതിനും പല സയന്റിഫിക് ആയിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇവയെല്ലാം പഴഞ്ചൻ ചടങ്ങുകൾ മാത്രമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. എന്നാൽ ഇതിന്റെ പിന്നിലുള്ള അർത്ഥത്തെക്കുറിച്ച് ഞാൻ വിശദീകരിച്ചു തരാം. സോ വീഡിയോ മുഴുവനായി കാണുക. ഹിന്ദു സംസ്കാരത്തിൽ ഒരാളെ അഭിവാദ്യം ചെയ്യുന്നത് രണ്ട് കൈപ്പത്തികളും ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ്. ഇതിനെ നമസ്കാർ അഥവാ നമസ്കാരം എന്ന് വിളിക്കുന്നു. ഈ രണ്ട് കൈപ്പത്തികളും ഒന്നിച്ച് ചേർത്ത് ഒരാളെ അഭിവാദ്യം ചെയ്യുന്നത് ബഹുമാനം എന്നതാണ് സൂചിപ്പിക്കുന്നത്. എന്നിരുന്നാലും ശാസ്ത്രീയമായി പറഞ്ഞാൽ രണ്ട് കൈകളും യോജിപ്പിക്കുന്നത് എല്ലാ വിരൽത്തുമ്പുകളും ഒന്നിച്ച് ചേർക്കാനാണ്. ഇത് കണ്ണുകൾ, ചെവികൾ, മനസ്സ് എന്നിവയുടെ പ്രഷർ പോയിന്റുകളെ സൂചിപ്പിക്കുന്നു. ഇങ്ങനെ ഓരോ വിരലുകൾ തമ്മിൽ അമർത്തുമ്പോൾ ഓരോ പ്രഷർ പോയിന്റുകളും ആക്ടിവേറ്റ് ആകുകയും ഇതൊരു പോസിറ്റീവ് എനർജി ഉൽപ്പാദിപ്പിക്കും ചെയ്യും. അതുമാത്രമല്ല, ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അഭിസംബോധന ചെയ്യുന്ന ആ വ്യക്തിയെ നമ്മൾ കൂടുതൽ നേരം ഓർത്തിരിക്കാനും കഴിയും. അടുത്തതായി നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആചാരത്തെക്കുറിച്ച് സംസാരിക്കാം. ഈ ആചാരം വെറും നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല, സുഖാസൻ സ്ഥാനത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചാണ്. യോഗാസനങ്ങളിലെ സാധാരണമായി ഉപയോഗിക്കുന്ന ഒരു പൊസിഷനാണ് സുഖാസൻ സ്ഥാനം. നിലത്ത് കാലുകൾ മടക്കി ഈ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ശാന്തതയിലാകുകയും കഴിക്കുന്ന ഭക്ഷണം പെട്ടെന്ന് ദഹിക്കാനും കഴിയും. ദഹനത്തിന് തയ്യാറാകാൻ ഇത് നിങ്ങളുടെ തലച്ചോറിലേക്ക് സ്വയമേ സിഗ്നലുകൾ ട്രിഗർ ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരിക്കും ഇത്. നിങ്ങൾ തല വടക്കോട്ട് തിരിഞ്ഞ് ഉറങ്ങുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങളുടെ അച്ഛനമ്മമാർ ഉപദേശിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇതിന് കാരണം ഭൂതങ്ങളെക്കുറിച്ചോ ദുഷ്ടചിന്തകളെക്കുറിച്ചോ അല്ല, മറിച്ച് നമ്മളുടെ ശരീരത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചാണ്. ഭൂമി തന്നെ ഒരു ഭീമൻ കാന്തമാണ്. നിങ്ങൾ തല വടക്കോട്ട് തിരിഞ്ഞ് ഉറങ്ങുമ്പോൾ അത് നിങ്ങളുടെ ശരീരത്തിന്റെ സ്വാഭാവിക കാന്തരിക ക്രമീകരണം തകരാറിലാക്കുകയും അത് മറികടക്കാൻ നമ്മുടെ ഹൃദയം കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടതുമുണ്ട്. ഇങ്ങനെ ഹൃദയം കൂടുതൽ അധ്വാനം ചെയ്യുമ്പോൾ ബ്ലഡ് പ്രഷർ പോലുള്ള പ്രശ്നങ്ങൾക്കും ഹൃദയ രോഗങ്ങൾക്കും കാരണമാകുന്നു. അതുകൊണ്ട് ഇനി നിങ്ങൾ ഉറങ്ങുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഭക്ഷണ രീതി മസാല വിഭവങ്ങളിൽ തുടങ്ങി മധുര പലഹാരങ്ങളിൽ അവസാനിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ പാചക രീതിക്ക് ഒരു ശാസ്ത്രീയ രീതിയും കൂടിയുണ്ട്. എരിവും പുളിയുമുള്ള മസാലയുള്ള ഭക്ഷണം നിങ്ങളുടെ ദഹനത്തെ ഉത്തേജിപ്പിക്കുകയും മുഴുവൻ ദഹന പ്രക്രിയയെ ആരംഭിക്കുകയും ചെയ്യുന്നു. മറുവശത്ത് മധുര പലഹാരങ്ങൾ ദഹനം മന്ദഗതിയിലാക്കുകയും ചെയ്യും. അതുകൊണ്ട് മധുര പലഹാരങ്ങൾ എപ്പോഴും അവസാന ഭക്ഷണമായി എടുക്കുക. ഇപ്പോൾ ക്ഷേത്രമണികളുടെ മനോഹരമായ ശബ്ദത്തെക്കുറിച്ച് സംസാരിക്കാം. ക്ഷേത്രം സന്ദർശിക്കുന്ന ആളുകൾ പ്രധാന വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്ന അകത്തെ ശ്രീകോവിലിൽ പ്രവേശിക്കുന്നതിന് മുൻപ് മണി മുഴക്കുന്നത് കണ്ടിട്ടില്ലേ? ഇത് എന്തിനാണെന്ന് അറിയാമോ? ആഗമശാസ്ത്രം അനുസരിച്ച് ദുഷ്ടശക്തികളെ അകറ്റി നിർത്താൻ മണി ശബ്ദം ഉപയോഗിക്കുന്നു. എന്നിരുന്നാലും മണികൾക്ക് പിന്നിലെ ശാസ്ത്രീയ കാരണം എന്തെന്നാൽ ഒരു ശബ്ദം പുറപ്പെടുപ്പിക്കുമ്പോൾ അത് നമ്മുടെ തലച്ചോറിന്റെ ഇടതും വലതും ഭാഗങ്ങളിൽ ഒരു ഐക്യം സൃഷ്ടിക്കുന്ന തരത്തിലാണ് ഈ മണികൾ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ മണി മുഴക്കുന്ന നിമിഷം അത് എക്കോ മോഡിൽ കുറഞ്ഞത് 7 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന മൂർച്ചയുള്ള നിലനിൽക്കുന്നതുമായ ശബ്ദം പുറപ്പെടുവിക്കുന്നു. ഇതുമൂലം എല്ലാ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും നമ്മുടെ തലച്ചോറിനെ ശൂന്യമാക്കുന്നു. നിരവധി ഇന്ത്യക്കാർ ധരിക്കുന്ന ചുവന്ന കുങ്കുമം അല്ലെങ്കിൽ തിളക്കം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇത് അലങ്കാരത്തിന് മാത്രമല്ല, അതിന് ശാസ്ത്രീയ അടിത്തറയുണ്ട്. നിങ്ങളുടെ കണ്ണുകൾക്കിടയിലുള്ള ഭാഗം ഒരു പ്രധാന നാഡീബിന്ദുവാണ്. ഈ സ്ഥലത്ത് കുങ്കുമം പുരട്ടുന്നത് നിങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഊർജ്ജം നിലനിർത്താനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും. അവസാനമായി ഇന്ത്യയിലെ വിവാഹിതരായ സ്ത്രീകൾ പലപ്പോഴും ധരിക്കുന്ന കാൽമോതിരങ്ങളെ കുറിച്ച് സംസാരിക്കാം. ഈ ആചാരം സാംസ്കാരിക പ്രാധാന്യത്തെക്കാൾ കൂടുതലാണ്. സ്ത്രീകളുടെ കാലിലെ രണ്ടാമത്തെ വിരൽ ഗർഭാശയവുമായി ബന്ധിപ്പിക്കുന്ന ഒരു നാഡിയുണ്ട്. ഈ വിരലിൽ കാൽമോതിരം ധരിക്കുന്നത് ഗർഭാശയത്തിലേക്കുള്ള രക്തക്രമീകരണം മെച്ചപ്പെടുത്തുകയും മൊത്തത്തിലുള്ള പ്രത്യുൽപാദന ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് പുരാതന ഹിന്ദു ആചാരങ്ങളുടെ പിന്നിലുള്ള ആകർഷണമായ ശാസ്ത്രീയ കാരണങ്ങൾ. ഈ ആചാരങ്ങളെല്ലാം അന്ധവിശ്വാസങ്ങളല്ല. അവ മനുഷ്യ ശരീരത്തെയും മനസ്സിനെയും കുറിച്ച് ആഴത്തിലുള്ള ജ്ഞാനത്തിലും ഗന്ധമായ ധാരണയിലും വേരുറച്ചതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ഉൾക്കാഴ്ചയുള്ള കണ്ടന്റുകൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കിടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. See you soon.